Good morning, dear students. How are you all? Have a nice day. And again, we are going to our next another class, online class, on our textbook Methodology of Humanities. Today, we are going to study the from the module 3, narration and representation. There we have learned something in our last classes. Next, we are going to learn about narration in history. Narration in history. ഹിസ്റ്ററിയിൽ നറേഷൻ എങ്ങനെ വന്നു എന്നുള്ളതാണ്. റിയൽ ഇവൻറ്റ്സ് ഓഫ് ദ പാസ്റ്റ് ഓർ പ്രസൻറ്റ് ആർ പ്രസൻറ്റഡ് ഇൻ ദ ഫോം ഓഫ് സ്റ്റോറി. യഥാർത്ഥ സംഭവങ്ങളെ, കഴിഞ്ഞ കാലത്ത് നടന്നതോ അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ആർ പ്രസൻറ്റഡ് ഇൻ ദ ഫോം ഓഫ് സ്റ്റോറി. അതിനെന്ത് ചെയ്യാണ്, നമ്മൾ കഥകളുടെ രൂപത്തിൽ ആവിഷ്കരിക്കലാണ്. certain events may have really happened. ചില സംഭവങ്ങൾ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളതായേക്കാം. But of these events, to make sense to us, to know their cause and effect, to understand their significance in the subsequent year, we need to a form that explains and interprets the events to us. നമുക്ക് for these events to make sense of us, നമുക്ക് ഈ സംഭവങ്ങളെ കൃത്യമായി ബോധപ്പെടാൻ, ടു നോ ദെയർ കോസ് ആൻഡ് ഇഫക്റ്റ്, എന്തുകൊണ്ട് അതുണ്ടായി, അതിന് കോസും ഇഫക്റ്റും എന്തൊക്കെ അതിന് ഫലമായി ഉണ്ടായതെന്നൊക്കെ അറിയാൻ, ടു അണ്ടർസ്റ്റാൻഡ് ദെയർ സിഗ്നിഫിക്കൻസ് ഇൻ ദ സബ്സിക്വൻറ്റ് ഇയേഴ്സ്, ആ പ്രധാനപ്പെട്ട വർഷങ്ങളിൽ അതിൻ്റെ പ്രാധാന്യം എന്നതും തിരിച്ചറിയാൻ, വി നീഡ് എ ഫോം, നമുക്ക് ഒരു രൂപം ആവശ്യമാണ്. ദാറ്റ് എക്സ്പ്ലെയിൻസ് ആൻഡ് ഇൻ്റർപ്രറ്റ്സ് ദ ഈവൻറ്റ്സ് ടു അസ്. നമുക്കത് കൃത്യമായി വിശദീകരിച്ച് തരുന്ന, നമുക്ക് വ്യാഖ്യാനിച്ച് തരുന്നൊരു ഫോം, രീതി നമുക്ക് ആവശ്യമാണ്. വി കനോട്ട് ഗോട്ട് ബാക്ക് ടു ദ ആക്ച്വൽ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്. ഒരിക്കലും നമുക്ക് ആ കഴിഞ്ഞ കാലത്തെ സംഭവങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല, നമുക്കത് എത്തിപ്പെടാൻ കഴിയില്ല എന്നർത്ഥം. ദ റിയാലിറ്റി, അതാണ് റിയാലിറ്റി. ആ റിയാലിറ്റിയിലേക്ക്, കഴിഞ്ഞ കാലത്തേക്ക് റിയലി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. വി കനോട്ട് അപ്രോച്ച്. അതുകൊണ്ട് തന്നെ അതിനെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹാപ്പൻ ഇൻ ഹിസ്റ്ററിയിൽ എന്ത് സംഭവിച്ചു എന്നറിയാൻ, വി നീഡ് ടു റീകൺസ്ട്രക്ട്. അതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഒന്നുകൂടി പുനർനിർമ്മിക്കേണ്ടതുണ്ട്. നിർത്തുന്ന അതിലൂടെ ഈ പറഞ്ഞ സിനിമകളിലൂടെ അല്ലെങ്കിൽ കഥകളിലൂടെ, സ്റ്റോറികളിലൂടെ, നോവലുകളിലൂടെ ഒക്കെ കൊണ്ടുവരുന്ന രീതിയാണ് പറയുന്നത്. ചരിത്രം ഇപ്പോൾ ഉദാഹരണത്തിന് മലയാളത്തിലൊക്കെ ഉള്ള പഴശ്ശിരാജ പോലുള്ള അതൊക്കെ ഫിലിമായി വരെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു കഴിഞ്ഞ കാലത്ത് നടന്നിട്ടുള്ള പല കാര്യങ്ങളെയും പുനരാവിഷ്കരിച്ചതാണ്. ദീസ് അറ്റംപ്റ്റ്സ് ടു ഗെയിൻ നോളജ് ആർ പോസിബിൾ ഓൺലി ത്രൂ ബുക്സ്. ഇത് നേടിയെടുക്കുന്നതിനുള്ള ഒരു ശ്രമങ്ങൾ നമുക്ക് എന്തിലൂടെ മാത്രം സാധിക്കുകയുള്ളൂ, പുസ്തകങ്ങളിലൂടെ, മെറ്റീരിയൽ ഒബ്ജക്റ്റുകളിലൂടെ, എവിഡൻസ് ഓഫ് പല ബിൽഡിങ്ങുകളുടെ അവശിഷ്ടങ്ങളിലൂടെയൊക്കെ മാത്രമേ നമുക്ക് ഈ ചരിത്രത്തെക്കുറിച്ചുള്ള കൃത്യമായ ധാരണകൾ കിട്ടുകയുള്ളൂ. എ സീരീസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്സ് ആർ അസ്യൂംഡ് ടു ബി കണക്റ്റഡ് ബൈ ഗിവിംഗ് ഇവൻറ്റ്സ്, പീപ്പിൾ, തിങ്സ്, ആക്ഷൻസ് ഇൻ ഹിസ്റ്ററി ആൻഡ് ഓർഡർ ത്രൂ കോസ് ആൻഡ് ഇഫക്റ്റ് പാരഡൈം. അതായത് ഒരു സീരീസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്സ്, ഒരുപാട് തുടർച്ചയായി നടന്ന സംഭവ വികാസങ്ങൾ ആർ അസ്യൂംഡ് ടു ബി കണക്റ്റഡ്, അതിനെ പരസ്പരം ബന്ധപ്പെടുത്തി എന്ത് ചെയ്യുന്നു, നമ്മൾ ഊഹിച്ചെടുക്കുന്നു. ബൈ ഗിവിങ് ഈവൻറ്റ്സ്, ഓരോ സംഭവങ്ങൾ നൽകിക്കൊണ്ട്, അത് ഈവൻറ്റ്സ്, പീപ്പിൾ, തിങ്സ്, ആക്ഷൻസ്, പല പ്രവർത്തനങ്ങളെയും കാര്യങ്ങളെയും ആ വ്യക്തികളൊക്കെ പലരും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നമ്മൾ ഓരോ സംഭവത്തിന് കാരണം ഇന്നതായിരുന്നു, അല്ലെങ്കിൽ ഇന്നതുകൊണ്ട് ഇന്നത് സംഭവിച്ചു എന്നുള്ളതൊക്കെ തിരിച്ചറിയുന്നത്. ആൻഡ് ഓർഡർ ത്രൂ കോസ് ആൻഡ് ഇഫക്റ്റ് പാരഡൈം. ഏതിലൂടെ, ഇന്നതിന് കാരണം ഇന്നത്, ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് പാരഡൈമിലൂടെ ആയിരിക്കും നമ്മൾ ആ ഈവൻറ്റുകളെ പരസ്പരം ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ഇമാജിനേഷൻ, എന്തനുസരിച്ച്, നമ്മുടെ ഏകദേശം ഇമാജിനേഷനെയും ഭാവനയെയും അതിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട്. ഹിസ്റ്ററി റീകൺസ്ട്രക്ഷൻ ഈസ് സിമിലർ ടു ദ നോവൽ. ഹിസ്റ്ററിയെ റീകൺസ്ട്രക്ട് ചെയ്യുക എന്ന് പറഞ്ഞത് ഈ സിമിലർ ടു എ നോവലിന് തുല്യമാണ്, അതുപോലെ തന്നെ സമാനമാണെന്നുള്ളത്. ഇൻ ബോത്ത് കേസസ്, നോവലിൻ്റെ കേസിലും ഹിസ്റ്ററിയുടെ കേസിലും കോസ് ഇഫക്റ്റ് സീക്വൻസ് ഗെയിൻസ് ഇമ്പോർട്ടൻസ്. കോസ് ആൻഡ് ഇഫക്റ്റാണ് എന്ത് ചെയ്യുന്നത്, പ്രാധാന്യം. ആ രണ്ട് ഇന്ന കാരണം കൊണ്ട് ഇന്നത് സംഭവിച്ചു, ഇഫക്റ്റ് ഉണ്ടായി എന്നുള്ള ആ ഒരു സീക്വൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ദസ് ദ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് ആർ പ്ലേസ്ഡ് ഇൻ ഫ്രെയിം ഇൻ്റർപ്രിട്ടേഷൻ. അതുകൊണ്ട് തന്നെ ഹിസ്റ്റോറിക്കൽ ഈവൻറ്റുകൾ എന്ത് ചെയ്യുന്നു, അത് വെക്കപ്പെടുകയാണ് എന്തിനു വേണ്ടി, ഇൻ ഫ്രെയിം ഇൻ്റർപ്രിട്ടേഷൻസ് എന്നാണ്, കൂടുതൽ വ്യാഖ്യാനിക്കപ്പെടുന്നതിന് വേണ്ടി. ദിസ് ഇസ് ദ ഹിസ്റ്റോറിക്കൽ നറേറ്റീവ് ഷോസ് ദ ലിങ്കേജ് ബിറ്റ്വീൻ ദ ഈവൻറ്റ്സ്. ഹിസ്റ്റോറിക്കൽ നറേറ്റീവുകൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ബന്ധത്തെ, ബിറ്റ്വീൻ ദ ഈവൻറ്റ്സ്, ഓരോ സംഭവങ്ങൾക്കിടയിലുള്ള ബന്ധത്തെ. വെൻ ദ ഈവൻറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ പർട്ടിക്കുലർ ഓർഡർ, നമ്മൾ ഓരോ സംഭവങ്ങളെ പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ദ അറ്റൈൻ എ മീനിങ്, അതായത് ഒരു സംഭവം ഇതിന് ഇപ്പോൾ 4 ലോകമായിട്ട് ഇന്ന കാരണമുണ്ട്, അങ്ങനെ തുടങ്ങിയ
ഓരോ സംഭവ വികാസങ്ങളെയും പരസ്പരം കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ അതിന് കൃത്യമായ ഒരു മീനിങ് നൽകപ്പെടുന്നു, ലഭിക്കപ്പെടുന്നു എന്നർത്ഥം. ഈവൻസ് ഡു നോട്ട് റൈറ്റ് ഹിസ്റ്ററി ബട്ട് ഹിസ്റ്റോറിയൻ ഡു. ഇവിടെ ഈവൻ സംഭവങ്ങളല്ല ഇവിടെ ചരിത്രം രചിക്കുന്നത്, അത് ചെയ്യുന്നത് ഒരു ഹിസ്റ്റോറിയൻ ആയിരിക്കും. ആൻഡ് ദെർഫോർ നറേറ്റീവ്സ് കൺസ്ട്രക്ട് ദ പാസ്റ്റ്. ആ രീതിയിൽ എന്ത് ചെയ്യുന്നു, കഴിഞ്ഞ കാലത്തെ അദ്ദേഹം ഒരു ഹിസ്റ്റോറിയൻ ആവിഷ്കരിക്കാൻ ശ്രമിക്കുകയായിരിക്കും എന്നർത്ഥം. ആൻ എക്സാമ്പിൾ ഓഫ് ഹിസ്റ്ററി ഗിവിങ് ഡിഫറെൻറ്റ് നെറേറ്റീവ്സ് ത്രൂ ഡിഫറെൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻസ്. ഒരു ഉദാഹരണം, ഹിസ്റ്ററിക്ക് ഒരു ഉദാഹരണം, ഗിവിങ് ഡിഫറെൻറ്റ് നെറേറ്റീവ്സ്, വിവിധങ്ങളായിട്ടുള്ള നെറേറ്റീവ്സ് കൊടുത്തുകൊണ്ട് ത്രൂ ഡിഫറെൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻസ്, വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങളിലൂടെ നൽകപ്പെട്ടതിനുള്ള ഉദാഹരണം സീപ്പോയ് മ്യൂട്ടിനി എന്നുള്ള, അതാണ് നമ്മളെ സിപ്പായി ലഹള എന്ന് പറയപ്പെടുന്ന അതാണ് ഓഫ് 1857. The British saw it as revealing the meaning of rebellion. ബ്രിട്ടീഷുകാർ അതിനെ കണ്ടത്, സിപ്പായി മ്യൂട്ടിനിയെ കണ്ടത് ഇറ്റ് ആസ് എ റിവീലിംഗ് ദ മീനിങ് ഓഫ് റിബല്യൻ, ഒരു പ്രതിഷേധം, അവർക്കെതിരെയുള്ള ഒരു പ്രതിഷേധ പ്രകടനമായിട്ടാണെങ്കിൽ അവർക്കൊരു പ്രതിഷേധം ഉയർന്നു വരുന്നു എന്നുള്ള രീതിയിലാണ് അവർ. ദ ഇന്ത്യൻ കമൻഡേഴ്സ് സോ ഇറ്റ് ആസ് എ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഇന്ത്യൻ കമൻഡേഴ്സ് കണ്ടത് അതൊരു വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പോരാട്ടം പോലെയാണ്. ഹിസ്റ്ററി, അപ്പോൾ ഇവിടെ ഉദാഹരണം ഞാൻ നേരത്തെ മുമ്പ് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക്, അതായത് നമ്മളൊരു ഓരോ ചരിത്രകാരനനുസരിച്ച് എന്ത് ചെയ്യാം, ചരിത്രത്തിൻ്റെ ഗതി മാറിപ്പോവാം. ഉദാഹരണം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഇന്ത്യക്കാരനെ എഴുതുന്നതും പാകിസ്ഥാൻകാരനെ എഴുതുന്നതും ബ്രിട്ടീഷുകാരനെ എഴുതുന്നതും വളരെ വ്യത്യസ്തമായിരിക്കും. അവർക്ക് കിട്ടിയ സോഴ്സുകളും ഈവൻസും ഓരോ വ്യക്തികളെയും വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക അവർ പ്രധാനം. ഇപ്പോൾ അതായിരിക്കും ഒരിക്കലും പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരിക്കലും ഗാന്ധിജിയുടെ മഹത്വം കൂടുതൽ വർണ്ണിക്കപ്പെടില്ല. അതേസമയത്ത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് മുഹമ്മദ് അലി ജിന്നയുടെ പ്രാധാന്യം ഒരിക്കലും, ഇപ്പോൾ ബ്രിട്ടീഷുകാരോട് ഇത് സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ പറയാം ഞങ്ങൾ അവർക്ക് സ്വാതന്ത്ര്യം നൽകി തിരിച്ചു പോയി എന്നായിരിക്കും. ഒരിക്കലും അവരതിനെന്ത് ചെയ്യൂല, ഞങ്ങളിൽ നിന്ന് അവർ പിടിച്ചെടുത്തു എന്ന് പറയാൻ ശ്രമിക്കുള്ളൂ. ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത് ഞങ്ങൾ തിരിച്ചു പോയി എന്നുള്ളതായിരിക്കും അവർക്ക് വ്യാഖ്യാനിക്കേണ്ടത്. അപ്പോൾ ഹിസ്റ്റോറിയൻ്റെ മൈൻഡ് അനുസരിച്ച് എന്ത് ചെയ്യും, ഇതിൻ്റെ ഓരോന്നും വ്യത്യാസപ്പെട്ടു എന്ന് പറയും. ഹിസ്റ്ററി ആസ് മെൻഷൻഡ് ഏർലിയർ ഈസ് ഫിക്ഷൻ. ഹിസ്റ്ററി എന്ന് പറഞ്ഞത് മുമ്പ് സൂചിപ്പിച്ച പോലെ ഫിക്ഷൻ തന്നെയാണ്. ഓർ ഡിഫറെൻറ്റ് നെറേറ്റീവ്സ് ഇമ്പോസ്ഡ് ഓൺ ദ ഈവൻറ്റ്സ് ഓഫ് ദ പാസ്റ്റ്. കഴിഞ്ഞ കാലത്ത് സംഭവിച്ച ആ ഓരോ സംഭവ വികാസങ്ങളുടെയും വ്യത്യസ്ത നെറേറ്റീവ്സ് കൊണ്ടുവരലാണ് എന്ത് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇഫക്റ്റീവ് നെറേറ്റീവ് മെത്തേഡ്സ് ആർ നെസസറി ഫോർ ഹിസ്റ്ററി. അപ്പോൾ ഹിസ്റ്ററിക്ക് ഏറ്റവും നല്ല ഇഫക്റ്റീവ് മെത്തേഡ്സ് ആവശ്യമാണ്. ഹിസ്റ്ററി അവതരിപ്പിക്കണമെങ്കിൽ ഏറ്റവും നല്ല മെത്തേഡ്സ് എന്ത് ചെയ്യണം, ആവശ്യമായി വരുന്നു. ടു ബി എഫക്റ്റീവ് ഇൻ കമ്മ്യൂണിക്കേറ്റിംഗ് ദ പാസ്റ്റ് ടു ദ പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. എന്തിനു വേണ്ടി, അതായത് കഴിഞ്ഞ കാലത്തെ പ്രസൻറ്റിനെയും ഫ്യൂച്ചറിനൊക്കെ അവർക്ക് കൃത്യമായി വിശദീകരിക്കുന്നതിന് വേണ്ടി, വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടി, അതിൽ ഇഫക്റ്റീവായി വായനക്കാൻ ലഭിക്കുന്നതിന് വേണ്ടി അവർക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, കൃത്യമായ മെത്തേഡ്സ് അതിനു വേണ്ടി ഉപയോഗിക്കേണ്ടതുണ്ട് എന്നർത്ഥം. ഹെയ്ഡൻ വൈറ്റ് 2004, originally 1981, analyzed 3 modes of communicating ഫ്രം ദ പാസ്റ്റ്. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനുള്ള 3 methods ആർ പ്രൊവൈഡഡ് ബൈ ഹെയ്ഡൻ വൈറ്റ്. നോട്ട് ദ പോയിന്റ്. പ്രത്യേകിച്ച് ഹിസ്റ്ററിയെ നമ്മളെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നതിന് വേണ്ടി 3 മെത്തേഡ്സ് ആണ് മുന്നോട്ട് വെക്കുന്നത്, ഹെയ്ഡൻ വൈറ്റ് മുന്നോട്ട്. ഫസ്റ്റ് വൺ അനൽസ് മോഡ്, സെക്കൻഡ് വൺ ക്രോണിക്കൽ മോഡ്, ആൻഡ് തേർഡ് വൺ ഹിസ്റ്റോറിക്കൽ നെറേറ്റീവ്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. The first one, Annals mode. History can be narrated simply as a form of listing important events which happen in particular year. ഇവിടെ അനൽസ് മോഡിൽ ഹിസ്റ്ററി ക്യാൻ ബി നെറേറ്റഡ്, ഹിസ്റ്ററിയെ നമുക്കിവിടെ നെറേറ്റ് ചെയ്യപ്പെടുന്നത് സിംപ്ലി ആസ് എ ഫോം ഓഫ് ലിസ്റ്റിംഗ് ഇമ്പോർട്ടൻറ്റ് ഈവൻറ്റ്സ്, പ്രധാനപ്പെട്ട സംഭവങ്ങളെ കൃത്യമായി ലിസ്റ്റ് ചെയ്ത ഒരു രൂപത്തിലാണ്. വിച്ച് ഹാപ്പൻഡ് ഇൻ പെർട്ടിക്കുലർ ഇയർ, പ്രത്യേക വർഷത്തിൽ സംഭവിച്ചത്. ഉദാഹരണത്തിന് 1857 സിപ്പോയ് മ്യൂട്ടിനി, 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ അതിനെ കൃത്യമായ ആ ഒരു കാരണങ്ങൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്നത് നടന്നു എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ പല സംഭവങ്ങളും വരാം. 1887 സിപ്പോയ് മ്യൂട്ടിനിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തുടക്കം എന്നുള്ളത്. അങ്ങനെ അതിന് ഓരോന്ന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓരോ ഈവൻറ്റ്സുകൾ എടുത്ത് പറഞ്ഞുകൊണ്ട് അതിൽ കൃത്യമായ അതിൻ്റെ ഇഫക്റ്റാണ് 1947 നടന്ന ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്നുള്ളതിലേക്ക് എത്തിച്ചേരുന്നത് എന്നർത്ഥം. അപ്പോൾ ഇത്തരം നെറേറ്റീവ്സിനാണ് എന്ത് ചെയ്യുക, അനൽസ് മോഡ് ഓഫ് നറേഷൻ എന്ന് പറയുന്നത്. The form of narrating history which simply offered the list of events in chronological order. ഇവിടെ ഇതിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി വിശദീകരിക്കുന്നതിൻ്റെ രൂപം which simply offered the list of events, ഓരോ സംഭവങ്ങളുടെ ലിസ്റ്റ് അത് നൽകപ്പെടുന്നു ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ക്രോണോളജിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു കൃത്യശ്രേണിയിൽ, അതായത് ഇവിടെ മുകളിൽ പറഞ്ഞ പോലെ 857 ഇന്ന് നടന്നു, അതിനുശേഷം ഇന്ന് നടന്നു, അങ്ങനെ കൃത്യമായ ഓരോ സംഭവങ്ങളെയും അതിനുശേഷം ശ്രേണിയായിട്ട് എന്ത് ചെയ്യുന്നു അവതരിപ്പിച്ചു കൊണ്ടുവരുന്നതിനാണ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്.
വിത്ത് നോ സെൻട്രൽ തീം ഓർ കൊഹിയറൻസ് ഇൻ. ഒരിക്കലും ആ വിശദീകരണത്തിൽ ഒരു തീമോ അല്ലെങ്കിൽ ഒരു കൊഹിയറൻസ് മീൻസ് പരസ്പരം പൊരുത്തം ഒരിക്കലും വരുന്നില്ല എന്നർത്ഥം. ദ എനൽസ് മോഡ് ഓഫ് നെറേറ്റീവ് ഡസ് നോട്ട് ടെൽ അസ് വിച്ച് ഈവൻറ്റ്സ് ആർ മോർ ഇമ്പോർട്ടൻറ്റ് ഓർ ഹൗ വൺ ഈവൻ ഇൻഫ്ലുവൻസ്ഡ് ദ ലൈഫ് ഓഫ് എ പേഴ്സൺ ഓർ ഗ്രൂപ്പ്. ഈ ഒരു രീതിയിൽ വിശദീകരിക്കുമ്പോൾ ഡസ് നോട്ട് ടെൽ അസ് ഒരിക്കലും നമ്മളോട് അത് പറയുന്നില്ല വിച്ച് ഈവൻറ്റ്സ് ആർ മോർ ഇമ്പോർട്ടൻറ്റ്, ഇതിലേത് സംഭവത്തിനാണ് ഏറ്റവും പ്രാധാന്യം നൽകപ്പെട്ടതെന്നോ ഓർ ഹൗ വൺ ഈവൻറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ ലൈഫ് ഓഫ് എ പേഴ്സൺ ഓർ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഒരു സംഭവം ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെയോ ജീവിതത്തെ സ്വാധീനിച്ചു എന്നോ എന്ന് പറഞ്ഞ ഒരു കൃത്യമായ സംഭവത്തിലേക്ക് ഒരിക്കലും അതിൻ്റെ ഫോക്കസ് പോകുന്നില്ല. അതിൽ ആ സംഭവങ്ങൾ ഇന്നതുകൊണ്ട് ഇന്നത് സംഭവിച്ചു എന്നിങ്ങനെ തുടർച്ചയായിട്ട് പറഞ്ഞു പോരുന്നു എന്ന് മാത്രം. ആൻഡ് സെക്കൻഡ് വൺ ക്രോണിക്കൽ മോഡാണ്. ഇൻ ദ ക്രോണിക്കൽ മോഡ് ദ നെറേറ്റീവ് ഹാസ് എ സെൻട്രൽ തീം. ഇവിടെ ക്രോണിക്കൽ മോഡിൽ ഒരു സെൻട്രൽ തീമുണ്ട്, ഒരു കേന്ദ്രമായിട്ടുള്ള തീം അതിനുണ്ട് എന്നർത്ഥം. ഓർ സബ്ജക്റ്റ് ഉണ്ട്. ആൻഡ് ദ റെപ്രസെൻറ്റ് ഈവൻറ്റ്സ് ആർ മോർ ഓർഡേർഡ്. അതിലെ സംഭവങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു, അത് പ്രതിനിധീകരിക്കുന്ന സംഭവങ്ങളെയും കൃത്യമായി ഓർഡർ ചെയ്തിരിക്കുന്നു എന്നർത്ഥം. ഇൻ ദ ക്രോണിക്കൽ മോഡ് ദ ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ. ക്രോണിക്കൽ മോഡിൽ ഹിസ്റ്റോറിക്കൽ സംഭവങ്ങളെ അത് കൃത്യമായി അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഏത് രീതിയിലാണ്? ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. അതായത് ഓരോ സംഭവങ്ങളെയും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു കാലക്രമം അനുസരിച്ച് എന്നർത്ഥം. ഒരു കൃത്യമായ കാലക്രമം അനുസരിച്ചായിരിക്കും എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ. പക്ഷേ ഇവിടെ ഒരു കൃത്യമായി തീം എന്നുള്ളതാണ് ക്രോണിക്കൽ ഓർഡറിലുള്ള മെത്തേഡിലുള്ള ഒരു വ്യത്യാസം. ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്സ് ആർ അറേഞ്ച്ഡ് ആൻഡ് ദീസ് ഈവൻറ്റ്സ് ആർ ലിങ്ക്ഡ് ടുഗദർ. ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്സുകൾ അറേഞ്ച് ചെയ്യപ്പെടുകയും അതിനെ ദീസ് ഈവൻറ്റ്സ് ആർ ലിങ്ക്ഡ് ടുഗദർ പരസ്പരം ബന്ധപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടാവും. എക്സാമ്പിൾ സിപ്പായി വാർ ഒക്യോർഡ് ഇൻ 1847. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ സിപ്പായി ലഹള സംഭവിച്ചത് 1857 ആൻഡ് ഇന്ത്യ ഗോട്ട് ഇൻഡിപെൻഡൻസ് ഇൻ 1947. അങ്ങനെ ഇന്ത്യക്ക് എന്ത് കിട്ടി? 1947 സ്വാതന്ത്ര്യം കിട്ടി. വെൻ ദീസ് ടു ഈവൻറ്റ്സ് ആർ ലിങ്ക്ഡ് ടുഗദർ, ഈ രണ്ട് സംഭവങ്ങളെയും പരസ്പരം കൂട്ടി യോജിപ്പിക്കുമ്പോൾ മീനിങ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് സിൻസ് ദ തീം ഈസ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ അതിലൂടെ നമുക്ക് കിട്ടുന്നൊരു തീം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആണ് എന്നർത്ഥം. ഇവിടെ പ്രധാന ഒരു തീമുണ്ട്, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്നുള്ളൊരു തീം വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യത്തെ വിശദീകരിച്ചു കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞതിൽ അങ്ങനെ ഒരു തീം എന്നുള്ളതല്ല, സംഭവങ്ങളെ ഓരോന്നോരോന്നായിട്ട് എന്തെന്നു വിശദീകരിക്കുന്നു, അത് ലാസ്റ്റ് ഇതിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളത് കൃത്യമായി പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഒരിക്കലും അതൊരു തീം ബേസിലല്ല എന്നുള്ളതാണ് ഇവിടെ അനൽസ് മോഡൽ. ഇവിടെ ഇത് തീം ബേസിലായിരിക്കും എന്നുള്ള വ്യത്യാസം ഉണ്ട്. ഇൻ 1857 സിപ്പോയ് വാർ ഈസ് ദസ് അണ്ടർസ്റ്റുഡ് ആസ് ദ ഫസ്റ്റ് സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്. അതുകൊണ്ട് തന്നെ ഇവിടെ സിപ്പോയ് വാർ എന്ന് പറയുന്നതിന് കാണപ്പെടുന്നത് ആസ് ദ ഫസ്റ്റ് സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ പോരാട്ടമായിട്ടായിരിക്കും അതിനെ കാണപ്പെടുന്നത് എന്നർത്ഥം. കാരണം കൃത്യമായ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ തീം വെച്ച് ഇത് പറയപ്പെടുന്നതുകൊണ്ട് ഇൻഡിപെൻഡൻസിൻ്റെ ആദ്യ ഘട്ടമായിരുന്നു സിപ്പോയ് മ്യൂട്ടിനി എന്നുള്ളത് അറിയപ്പെടും. നെക്സ്റ്റ് തേർഡ് വൺ ഹിസ്റ്റോറിക്കൽ നറേറ്റീവാണ്, മൂന്നാമത്തെ മോഡ് ഓഫ് നറേഷൻ. In historical narrative, the events are conveyed to us in such a way that we wish to know more about them. ഈ ഒരു ഹിസ്റ്റോറിക്കൽ നറേറ്റീവിൽ ഈവൻറ്റ്സ് നമ്മളിലേക്ക് കൺവേ ചെയ്യപ്പെടുന്നത് സച്ച് എ വേ ദാറ്റ് വി വിഷ് ടു നോ മോർ അബൌട്ട്, ആ സംഭവങ്ങളെ കൃത്യമായി നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിലാണ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് നറേറ്റീവ് ദർ ഈസ് എ ക്ലോഷർ ഓഫ് നറേറ്റീവ്. നറേറ്റീവിൻ്റെ ക്ലോഷർ അവിടെ ഉണ്ടാവാം. The historical events narrated conclude logically and offer us a sense of completion. ഇവിടെ the events, ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ്സ് ഓരോ ചരിത്ര സംഭവങ്ങളെയും നെറേറ്റ് ചെയ്യപ്പെടുന്നത് കൺക്ലൂഡ് ലോജിക്കലി, അത് കൃത്യമായ യുക്തിയോടുകൂടി അതെന്ത് ചെയ്യുന്നു, അവസാനിപ്പിക്കുകയും ആൻഡ് ഓഫർ us എ സെൻസ് ഓഫ് കംപ്ലീഷൻ, നമുക്കൊരു സെൻസ് ഓഫ് കംപ്ലീഷൻ, ഒരു കംപ്ലീറ്റ്നെസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ചരിത്ര സംഭവങ്ങളുടെ പരിപൂർണതയെ നമുക്ക് അത് ഉണ്ടാക്കി തരുകയും ചെയ്യും. The significant events are highlighted through the not simply a practical of dates and events. ഇവിടെ ഓരോ സംഭവങ്ങളെയും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് ത്രൂ നോട്ട് സിംപ്ലി എ റെക്റ്റിക്കൽ ഓഫ് ഡേറ്റ്സ് ആൻഡ് ഇവൻറ്റ്സ്, ഒരുപാട് ഡേറ്റുകളും ഈവൻറ്റ്സും മാത്രം നോക്കിയുണ്ട്, ബട്ട് ഓൾസോ ആൻ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഈവൻറ്റ്സ് ഇൻ ദ പാസ്റ്റ്. എന്തുകൂടി വെച്ചിട്ടാണ്? ആ ഓരോ സംഭവങ്ങളുടെയും വ്യാഖ്യാനങ്ങൾ കൂടി വെച്ചിട്ടാണ്. ഹിസ്റ്റോറിക്കൽ നറേഷൻസ് ഗിവ് യർസ് മീനിങ്. ഹിസ്റ്റോറിക്കൽ നറേഷൻസ് നമുക്ക് ഒരുപാട് മീനിങ്ങുകൾ നൽകും. ഇൻ ദ ഹിസ്റ്റോറിക്കൽ മോഡ് ഓഫ് നറേറ്റിംഗ് ഈവൻറ്റ്സ് ഫ്രം ദ പാസ്റ്റ്, ഹിസ്റ്ററി ഈസ് മെയ്ഡ് അവൈലബിൾ ടു അസ് ഫോർ ഇൻ്റർപ്രിട്ടേഷൻ. ഇത്തരം ഹിസ്റ്റോറിക്കൽ മോഡ് ഓഫ് നറേഷനിൽ ഇവൻറ്റ്സ് ഫ്രം ദ പാസ്റ്റ്, ഹിസ്റ്ററി ഈസ് മെയ്ഡ് അവൈലബിൾ ടു അസ്, ഹിസ്റ്ററി നമുക്ക് മുന്നിൽ അവൈലബിൾ ആയിരിക്കും ഫോർ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കതിനെ ഏത് രീതിയിലും വ്യാഖ്യാനിക്കുന്നതിന് നമ്മളെ മുന്നിലുണ്ടാവും എന്നർത്ഥം. ഹിയർ ഹിസ്റ്ററി നോട്ട് ഫോർ മിയർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ മുമ്പ് പറഞ്ഞതിലൊക്കെ ഹിസ്റ്ററി വെറും ഇൻഫർമേഷന് വേണ്ടി മാത്രമല്ല, ഇന്ന സമയത്ത് ഇന്ന സംഭവിച്ചു എന്നതിന് വേണ്ടി മാത്രമുള്ളതാണ് മുമ്പ് പറഞ്ഞ രണ്ട് മോഡും. എന്നാൽ അതേസമയത്ത് ഇവിടെ ഇത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇൻ്റർപ്രിട്ടേഷന്
അവസരം ഒരുക്കി തരുന്നുണ്ട് എന്നുള്ളതാണ്. ദ പാസ്റ്റ് കംസ് ടു അസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റോറി. കഴിഞ്ഞ കാലം നമ്മളെ മുന്നിലേക്ക് ഒരു കഥയുടെ രൂപത്തിൽ വരും. വിത്ത് ദ ക്യാരക്ടർ, അതിൽ പല ക്യാരക്ടേഴ്സ് ഉണ്ടാവാം, ഈവൻറ്റ്സ് ഉണ്ടാവാം, ക്രോണോളജി പറഞ്ഞാൽ ഒരു സമയക്രമം ഉണ്ടാവാം, ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടാവാം, ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ടാവാം, കോസ് ഇഫക്റ്റ് സീക്വൻസ് ഒക്കെ ഇതിൽ കൊണ്ടുവരാം എന്നത്. These three modes of historical narratives are based on the European method of producing a document history. ഈ 3 മോഡ്, എന്നൽസ് മോഡ്, ക്രോണിക്കൽ മോഡ് ആൻഡ് ഹിസ്റ്റോറിക്കൽ മോഡ് എന്ന 3 മോഡും ആർ ബേസ്ഡ് ഓൺ ദ യൂറോപ്യൻ മെത്തേഡ്. അത് ഒരു യൂറോപ്യൻ മെത്തേഡിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇതിൻ്റെ ഓഫ് പ്രൊഡ്യൂസിങ് എ ഡോക്യുമെൻ്ററി ആൻഡ് ഡോക്യുമെൻറ്റിങ് ഹിസ്റ്ററി. ഒരു ഹിസ്റ്ററിയെ ഉണ്ടാക്കുന്നതിന്, ഡോക്യുമെൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള മെത്തേഡായിട്ട് യൂറോപ്യൻസിൻ്റെ അടുത്തുള്ളതാണ്. Ancient Asian method of recording history are different from European historical narrative method. പുരാതനമായിട്ടുള്ള ഏഷ്യൻ മെത്തേഡ്, ഏഷ്യൻ രീതി ഓഫ് റെക്കോർഡിംഗ് ഹിസ്റ്ററി, ചരിത്രത്തെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനുള്ള രീതി ആർ ഡിഫറെൻറ്റ് ഫ്രം യൂറോപ്യൻ ഹിസ്റ്റോറിക്കൽ നെറേറ്റീവ്. അത് വളരെ വ്യത്യസ്തമാണ് ഇതിൽ നിന്ന്, യൂറോപ്യൻ ഹിസ്റ്റോറിക്കൽ നെറേറ്റീവ് മോഡിൽ നിന്ന്. റിയാലിറ്റി കംസ് ടു അസ്. റിയാലിറ്റി നമ്മളിലേക്ക് വരുന്നത് ഇൻ ദ ഫോം ഓഫ് നെറേറ്റീവ്സിൻ്റെ രീതിയിലാണ്. എന്ന് പറഞ്ഞാൽ ഈ ചരിത്രം എന്ന റിയാലിറ്റികളെ നമ്മളിലെ മുന്നിലേക്ക് ആവിഷ്കരിക്കപ്പെടുന്നത് നെറേറ്റീവ്സ് ആയിട്ടാണ്. ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ഹാവ് ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് കമ്പോസിങ് ദെയർ നെറേറ്റീവ്സ്. അപ്പോൾ ഓരോ കൾച്ചേഴ്സിനും, ഓരോ സമൂഹത്തിനും, ഓരോ നാടിനും ഒക്കെ എന്തുണ്ടാവാം, ഡിഫറെൻറ്റ് മോഡ്സ് ഉണ്ടാവാം, വ്യത്യസ്ത രീതികളുണ്ടാവാം ഓഫ് കമ്പോസിങ് ദീസ് നെറേറ്റീവ്സ്. ഇത്തരം ആവിഷ്കാരങ്ങളെ, ഇത്തരം അവതരണങ്ങളെ നമ്മൾ മുന്നിൽ അവതരിപ്പിക്കുന്നതിന് പല രീതികളും ഉണ്ടായേക്കാം എന്നാണ്.